യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഭാവനയുടെ വല്യച്ഛനും വല്യമ്മയും പോയോ? പോയി. എന്തു പറ്റിയേട്ടാ? ഒന്നും പറ്റിയിട്ടല്ല. ഭാവനയുടെ സുഖവിവരം അന്വേഷിക്കാനോ നിങ്ങളെ ആരെയും സമാധാനിപ്പിക്കാനോ ഒന്നുമല്ല അവര് വന്നത്. ഭാവന രക്ഷപ്പെടുമെന്നറിയാനാ. ഭാവനയെ കണ്ടിട്ട് അവരെന്നെ വന്ന് കണ്ടിരുന്നു. സത്യം പറഞ്ഞ അവരൊക്കെ മനുഷ്യർ തന്നെയാണോ? ഭാവനയുടെ വല്യച്ഛനും വല്യമ്മയാണെന്ന പരിഗണന കൊണ്ട് ഞാനൊന്നും പറയാതിരുന്നത്. ഒന്നുമില്ലെങ്കിലും ആന്റിയുടെ മുഖം ഞാൻ നോക്കണമല്ലോ. ഞാനീ പറഞ്ഞതിന്റെ പേരിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോണ്ട. ഇവരോടൊക്കെ നമ്മൾ മറുപടി പറയേണ്ടത് പ്രവൃത്തിയിലൂടെയാ. ഭാവനയെ പഴയ ഭാവനയാക്കി ഇവരുടെയൊക്കെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി കൊടുക്കണം. അത് തന്നെ സൂര്യ, അത് തന്നെയാ വേണ്ടത്. പറ്റുമെങ്കിൽ ഭാവനയുടെ കഴുത്തിൽ സൂര്യ കെട്ടുന്ന താലി കൂടി ഉണ്ടാവണം. അവരോടൊക്കെ അങ്ങനെ വേണം മറുപടി പറയാൻ. മായച്ചിയുടെ ഈ വാക്കുകളൊക്കെ സത്യമാവട്ടെ മായച്ചി. ഇത് തന്നെ ആവട്ടെ അവർക്കുള്ള മറുപടി. ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നവും അതല്ലേ ഏട്ടാ? എല്ലാത്തിനും വഴിയുണ്ടാവും. ഞാനിപ്പോ MDയും ഡോക്ടറെയും കണ്ടിട്ടാ വരുന്നത്. ഡോക്ടർ എന്തു പറഞ്ഞേട്ടാ? ഭാവനയുടെ മനസ്സിന് മാക്സിമം സന്തോഷം കൊടുക്കണമെന്നും ഒരു വിധത്തിലുള്ള പ്രയാസം കൊടുക്കരുതെന്നും പ്രത്യേകം പറഞ്ഞു. ഇപ്പോ ഭാവനയുടെ മനസ്സിനുള്ളിൽ മുഴുവനും സ്വന്തം കാര്യത്തെക്കാൾ മറ്റുള്ളവരുടെ ചിന്തകളായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഭാനുവിന്റെ ഭാവി, ഭരത്തിന്റെ ഭാവി, സേതുവേട്ടന്റെ ഭാവി, ഭാമയുടെ ഭാവി ഒക്കെ ആയിരിക്കും ഇപ്പൊ ഭാവനയുടെ ചിന്തകൾ. അതെ, എനിക്കറിയാം. അവക്ക് സഹോദരങ്ങളെന്നല്ലാതെ മറ്റൊരു ചിന്തയും ഉണ്ടാവില്ല. എന്തിനാ? എന്നെക്കുറിച്ച് പോലും ഭാവന അവസാനമായിരിക്കും ചിന്തിക്കുന്നത്. ഒരിക്കലും അല്ല സൂര്യ, അതൊക്കെ മാറി. അതുകൊണ്ടാണല്ലോ അബോധാവസ്ഥയിലും സ്വബോധം വന്നപ്പോഴും സൂര്യ എന്ന പേര് മാത്രം അവൾ ഉച്ചരിച്ചത്. അവളുടെ മനസ്സിൽ എല്ലാവരും ഉണ്ട്. സഹോദരങ്ങളെ പറ്റിയുള്ള ഓർമ്മകളും ടെൻഷനും ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഒരുപാട് മേലെയാ ഇപ്പൊ സൂര്യക്കുള്ള സ്ഥാനം. ആദ്യം ചേച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. എന്നിട്ട് വേണം നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ. ഭാവനേച്ചിയെ എത്രയും വേഗം സുഖപ്പെടുത്തിയെടുക്കാൻ ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാണ്ടിരിക്കില്ല. സത്യം പറഞ്ഞ എന്റെ സാമീപ്യം അവൾ ഉറപ്പായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ പൊന്നുപോലെ നോക്കുമായിരുന്നു. പക്ഷേ അതെ, ഈ പക്ഷി തന്നെയാ ഞങ്ങൾക്കും പറയാനുള്ളത്. സൂര്യയുടെ അമ്മയെ വെറുപ്പിച്ചുകൊണ്ടൊന്നും സൂര്യക്ക് ചെയ്യാൻ പറ്റില്ല. ഏത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാ ഭാവന എങ്ങോട്ട് കൊണ്ടുവന്നെന്നുള്ള ചോദ്യത്തിന് പോലും ഒരു ഉത്തരം നൽകാൻ മോന് കഴിയില്ല. മോനെന്നല്ല, ആർക്കും അതിന് ഉത്തരം നൽകാൻ കഴിയില്ല. അതുകൊണ്ട് മോന് നമ്മുടെ വീട്ടിൽ വരാം, ഏത് സമയത്തും വരാം. കാരണം ഭാവനയെ മനസ്സുകൊണ്ട് ഞങ്ങൾ നിനക്ക് തന്നു കഴിഞ്ഞതാ. ഇനി ഭാവനയെ ഞങ്ങൾക്ക് പഴയ പോലെ ആക്കി തരേണ്ടതും അവളെ പഴയതുപോലെ തിരിച്ചു തരേണ്ടതും സൂര്യ തന്നെയാ. നിനക്ക് അതിന് കഴിയും. മതി, ഈ ഒരു അനുവാദം മാത്രം മതി. ഞാനുണ്ട് നിങ്ങൾക്കൊപ്പം. ഭാവന പകുതി വഴിയിൽ ബാക്കി വെച്ചതല്ല നമ്മൾ പൂർത്തിയാക്കും. അതിനിപ്പോ എന്ത് തന്നെയാണെങ്കിലും. ഹലോ വിജയപത്മ. വണ്ടി നിർത്ത്.
ജയേ, ഞാനാ ജാനകി. നിങ്ങൾ ഇവിടെ നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ? എന്താ ജാനകി? ഭാവനയുടെ കിടപ്പ് കാണണമെങ്കിലേ വീട്ടിൽ കുത്തിയിരിക്കാതെ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ല്. എനിക്കിപ്പോ അവളെ കാണാനുള്ള ആഗ്രഹമൊന്നുമില്ല ജാനകി. എന്തായാലും കുറച്ചു നാളത്തേക്ക് അവളുടെ ശല്യമൊന്നും ഉണ്ടാവില്ലല്ലോ. കുറച്ചു നാളത്തേക്കല്ല ജയ നിർമ്മലേ, ലക്ഷണം കണ്ടിട്ടേ ജീവിതകാലം മുഴുവൻ ഭാവന കിടക്കെ തന്നെ ആയിരിക്കും. അപ്പോ ഡോക്ടർ ശ്രീറാം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. എന്താ ചെയ്ത മറുപടി ഇല്ലാത്തത്? ഹാപ്പി അല്ലേ? അത് പിന്നെ ഹാപ്പി ആവാതിരിക്കോ? നമ്മുടെ എല്ലാ ശത്രു അല്ലേ വീണത്. എന്തായാലും ഇത് ചെയ്തവനെ സമ്മതിക്കണം. നമ്മളൊന്നും വിചാരിച്ചിട്ട് അവളെ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അതെ വിജയപത്മ, ഇപ്പൊ മനസ്സിലായില്ലേ നമ്മളെക്കാൾ വലിയ ശത്രുക്കൾ അവൾക്കുണ്ടെന്ന്. അതെ, ഇനി ഒരു പ്രധാന കാര്യം എനിക്ക് പറയാനുണ്ട്. എന്താ ജാനകി? ജയേ, സൂര്യ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു അവസരമാ. ഇനി ഒരിക്കലും ഭാവന പഴയ പോലെ ആവില്ല. അതുകൊണ്ട് എത്രയും വേഗം സൂര്യക്ക് വേണ്ടി വേറൊരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ പിന്നെ അവനെ ആർക്കും രക്ഷിക്കാനാവില്ല. ഇപ്പൊ തന്നെ സൂര്യ അവിടെ നനഞ്ഞ കോഴിയെ പോലെ ഇരിപ്പുണ്ട്. അതെ, ഞങ്ങൾ ഈ പറഞ്ഞത് വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കണം ചെയ്ത നമ്മളെ. എപ്പോഴത്തേയും പോലെ നിസ്സാരമായിട്ട് കാണരുത്. അല്ലെങ്കിലേ സ്വന്തം മകൻ കൈവിട്ട് പോകും. ദേവനോടും ജയ കാര്യമായിട്ട് തന്നെ സംസാരിക്കണം. ഭാവനയുടെ കുടുംബക്കാർക്കില്ലാത്ത വേദനയാ സൂര്യക്കുള്ളത്. ഇങ്ങനെയുണ്ട് ആമ്പിള്ളാര്. ഛേ, നാണക്കേട്. ഇതിപ്പോ സൂര്യക്ക് കൂടുതൽ ബാധ്യതയാവാനാണ് സാധ്യത. കാരണം ഇനി ചിലപ്പോ ലക്ഷങ്ങൾ തന്നെ ഭാവനയ്ക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരും. ഒന്ന് ശ്രദ്ധിച്ചാ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല വിജയപത്മ. എനിക്കറിയാം ഇനി എന്താ വേണ്ടേന്ന്. അങ്ങനെയൊന്നും എന്റെ മോനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്നാലേ ഫോൺ വെക്ക, ആലോചിച്ച് തീരുമാനിക്കേ. ഒരുപാട് വൈകിക്കണ്ട. ഓക്കെ വിജയപത്മ. ഓക്കെ, ബൈ. അതെ, സംഗതി ഏറ്റു. ഇനി ഇപ്പൊ ജയനിർമ്മല നോക്കിക്കോളും. നമ്മളെ കൊണ്ട് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ പാപ്പേട്ട. അതെ, ഇനി വണ്ടി പോട്ടെ, നല്ല സ്പീഡിൽ പോട്ടെ. ജയേ, സൂര്യ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു അവസരമാണ്. ഇനി ഒരിക്കലും ഭാവന പഴയ പോലെ ആവില്ല. അതുകൊണ്ട് എത്രയും വേഗം സൂര്യക്ക് വേണ്ടി വേറൊരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ പിന്നെ അവനെ ആർക്കും രക്ഷിക്കാനാവില്ല. എങ്ങനെയെങ്കിലും സൂര്യയെ രക്ഷിച്ചേ പറ്റൂ. ഇനിയും ഞാൻ മിണ്ടാതിരുന്ന ഒടുവിലൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഹലോ ഡോക്ടർ. മാഡം, ഒടുവിൽ ഞാൻ തന്നെ എന്റെ കുഴി സ്വയം കുഴിച്ചു. മനസ്സിലായില്ല. ഞാനാണ് ഭാവനെ ഈ അവസ്ഥയിലാക്കിയതെന്ന് MD മറ്റുള്ളവരൊക്കെ അറിഞ്ഞു. ഡോക്ടർ എന്താ ഈ പറയുന്നേ? അതെ മാഡം, സൂര്യൻ സേതു എല്ലാ സത്യം അറിഞ്ഞു. ഗായത്രി ഉൾപ്പെടെ എന്നെ തല്ലും ചെയ്തു.